കുറേ സഹോദരിമാര്. ഞാനൊക്കെ ഈ സ്ത്രീകൾക്ക് അവിടെ നിൽക്കാൻ കിട്ടിയ ഒരു കരുത്തുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഒരു മനുഷ്യനെ ആണിയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പടത്തിൽ കണ്ട രൂപത്തിലൊന്നുമല്ല. ഈ ക്രൂശിൽ ആണി അടിക്കുന്നത് മനുഷ്യന്റെ കൈയുടെ ഈ ഭാഗത്താണ്, ഈ വെള്ളയിലല്ല. ആണി ചുമ്മാ അടിക്കല്ല. റോമൻ ശിക്ഷാരീതിയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. ക്രൂശിലേറ്റാൻ നിയോഗിക്കപ്പെടുന്ന ആളിന്റെ ശരീരം ഞരമ്പുകെട്ടുകൾ പരിശോധിച്ച ശേഷം അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ ഒരു കറുത്ത മഷിക്ക് അടയാളപ്പെടുത്തും. ചതുര വടിവുള്ള അണിയാണ്, അഗ്രം മുനയുള്ളതാണ്, മറ്റേ അഗ്രത്തിൽ ഉരുണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. ഇത് കുത്തിയിറക്കുക, വെറുതെ കുത്തിയിറക്കല്ല. കാലും കൈയുമെല്ലാം ഒരുപോലെ വലിച്ചു നീട്ടിയിട്ട് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. നസ്രായനായ യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ചിട്ട് രാജാവെന്ന് സ്വയം പറഞ്ഞു എന്ന കുറ്റം പൊന്തിയോസ് പീലാത്തോസിന്റെ കോടതിയിൽ നിസ്സംശയം തെളിയിക്കപ്പെട്ടതിനാൽ ഇന്നേ ദിവസം താങ്കളെ ക്രൂശ് മരണത്തിന് വിധേയനാക്കുവാൻ പീലാത്തോസ് ഇട്ട ഉത്തരവ് ഞങ്ങൾ ഇതിനാൽ നടപ്പിലാക്കിക്കൊള്ളുന്നു. കൈസർ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ക്രൂശിൽ ആണിയടിക്കുന്നവന്റെ നാവിലെ കരച്ചിൽ പോലും പുറത്തു വരാത്ത വിധത്തിൽ ഇതങ്ങോട്ട് കുത്തി ഇറക്കുക. തടിയോടെടുക്കുമ്പോൾ ചുറ്റേക്കടിക്കും. എന്നിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ക്രൂശിൽ മരിച്ചവനെ ഒരു കാരണവശാലും നിലത്തിറക്കി കിടത്തരുതെന്നാണ്. ഈ ആണി കുത്തിക്കയറ്റി ബ്ലഡ് പരമാവധി പോയി കഴിഞ്ഞ് ലോക്ക് ചെയ്യുന്നത് പോലെ ഇതൊന്ന് തിരിക്കും. ചതുര വടിവാണെന്ന് പറഞ്ഞല്ല, ഞരമ്പുകൾ സ്ട്രക്ക് ചെയ്യും. ഇങ്ങനെ സ്ട്രക്കായിട്ട് പിന്നെ ബ്ലഡൊന്നും പുറത്തു വരുന്നില്ല. ഈ കിടപ്പിങ്ങനെ കിടക്കുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ, കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായി, ശുദ്ധരക്തവും അശുദ്ധ രക്തവും വേർതിരിക്കുന്ന പ്രക്രിയ നഷ്ടപ്പെട്ടു ഹൃദയത്തിന്റെ. കൊടുക്കും ശരീരത്തിൽ വൻതോതിൽ ഓക്സിജന്റെ നഷ്ടം സംഭവിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് വൻതോതിൽ ശേഖരിക്കപ്പെടും. വെളുത്ത് സുമുഖനായ സുന്ദരനായ ഒരു മനുഷ്യനും കറുത്ത് കരിവാളിച്ച് കണ്ണുകൾ തുറിച്ച് ഒരു ഭീകരരൂപിയായി അവിടെ കിടക്കും. ഈ കിടപ്പ് 7 ദിവസം വരെ കോമാ സ്റ്റേജിൽ ക്രൂശിൽ കിടന്നവരുടെ ചരിത്രമുണ്ട്. സ്ട്രാബോ എന്ന റോമൻ ചരിത്രകാരൻ പറയുന്നു 7 ദിവസം വരെ ക്രൂശിൽ മരണം കിട്ടാതെ കിടന്നവരുടെ ചരിത്രം. യേശുവിന്റെ അല്ല. ഈ മനുഷ്യന് കണ്ണടയ്ക്കാൻ പോലും കഴിയില്ല. ഈ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ട് ബ്രെയിൻ ഈ കമാൻഡ് കൊടുക്കാൻ പാടാ കണ്ണടയ്ക്കാൻ. പക്ഷെ യേശു നല്ല ബോധത്തോടെയാണ് ക്രൂശിൽ കിടക്കുന്നത്. സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. കള്ളന്മാർ സംസാരിക്കുന്നുണ്ട്. കാരണം ആ കോമാ സ്റ്റേജിലേക്ക് എത്താത്തതാണ് കാര്യം. ഈ കിടപ്പിൽ ഈ ശരീരം കുഴിച്ചിടാനൊന്നും പാടില്ലെന്ന നിയമം, പക്ഷേ യേശുവിൻ്റെ ശരീരം നിലത്തൊക്കെ ഇറക്കി. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ക്രൂശിൽ മരിച്ചവനെ നിലത്തിറക്കി കിടത്തരുത്. കാരണം ഭൂമി അവർക്ക് ദേവതയാണ്. ഇങ്ങനെ ദാരുണ മരണം സംഭവിച്ച പുള്ളികളെ പോലെ അധർമ്മികളെ ക്രൂശിക്കുമ്പോൾ ഈ ഭൂമിയെ അപമാനിക്കലാകും ഈ നിലത്തിറക്കി കിടത്തിയാൽ. ഇനി ക്രൂശിൽ മരിച്ചവനെ തീയിൽ ദഹിപ്പിക്കരുത്. തീയ്, അഗ്നി അവർക്ക് ദേവനാണ്. വെള്ളത്തിൽ ഒഴുക്കരുത്. ഈ ജലം ഇവർക്ക് ദേവതയാ. ഇവിടെ തന്നെ കിടക്കണം. കാക്കകൾ കൊത്തി ഭക്ഷിച്ച്, കഴുകന്മാർ വന്ന് മാംസളമായ ശരീരഭാഗമൊക്കെ കൊത്തി വലിച്ച്, വയറൊക്കെ കുത്തിത്തുറന്ന് കുടൽമാലകൾ താഴെ വീണ് ഒരു വികൃത രൂപം. അതുകൊണ്ട് ആ ക്രൂശ് മരണം മനുഷ്യർക്ക് ഭയമാണ്. ഇവിടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അസാധാരണമായൊരു വിധേയത്വമാണ്. യേശുവിന് സഹോദരന്മാരെ കണ്ട് അവരാരും വന്നില്ല. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവന് തോന്നുന്ന തോന്നലെന്താണ്? ആ കരത്തിലൂടെ രക്തം ധാരധാര ഒഴുകുമ്പോൾ യോഹന്നാന് തോന്നിയത് എന്താണെന്നറിയട്ടെ? ആ കരം നീട്ടിയല്ലേ അവൻ എന്നെ തഴുകിയിട്ടുള്ളത്. ആ കരം നീട്ടിയല്ലേ അവൻ 5 അപ്പം 5000 കൊടുത്തത്. ആ കരം നീട്ടിയല്ലേ കൊച്ചുരോഗിയെ തൊട്ടത്. ആ കരത്തിലാണ് ഈ ആണി കടിച്ചത്. ഈ ഓരം ചാരിയാണ് ഞാൻ അവനൊപ്പം കിടന്നത്. ഞാൻ അവനെ തൊട്ടു, ഞാൻ അവനെ സ്പർശിച്ചു, ഞാൻ അവനെ അറിഞ്ഞു. ആത്മാർത്ഥമായ ആ ബന്ധം ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് എന്നെ മാറ്റിവിടുന്നില്ല. എനിക്കിത് വിട്ടു പോകാൻ പറ്റുന്നില്ല.
ഈ ക്യാമ്പിന് വന്ന ഏതൊരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പോകാൻ കഴിയാത്ത ഈ ഒരു വലിയ വിധേയത്വം, എങ്ങനെയാണോ ഗ്രീക്ക് പുരാണത്തിലെ കഥയിൽ നീണ്ട 14 വർഷങ്ങളുടെ ഇടവേളയിലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ മനസ്സില്ലാത്ത ആ സ്ത്രീയുടെ താല്പര്യം പോലെ അങ്ങ് മാത്രം എൻ്റെ പ്രാണനാഥൻ, അങ്ങ് മാത്രം എൻ്റെ രക്ഷകൻ, ഈ രക്ഷകനോടുള്ള നമ്മുടെ ഭക്തിയധിഷ്ഠിതമായ വിധേയത്വം, അതാണ് ഈ ക്യാമ്പിലൂടെ സാധിക്കേണ്ടത്.